പത്തനംതിട്ടയിൽ PC ജോർജിന്റെ പേര് പരക്കെ പറഞ്ഞു കേട്ടത്. അല്ല, പേരുകൾ നിങ്ങൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും സീറ്റുകൾ ബാക്കിയുണ്ട്. അവിടെ ആരൊക്കെ മത്സരിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നല്ല മിടുക്കികളായിട്ടുള്ള വിജയസാധ്യതയുള്ള ജനങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് NDA നിർത്തിയിരിക്കുന്നത്. LDF-നെ പോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതല്ല, പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളല്ല. UDF-നെ പോലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട സ്ഥാനാർത്ഥികളല്ല, ജനങ്ങളിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്ത് പൂർണ്ണമായിട്ടുള്ള പരിഗണന പരിശോധിച്ചതിന് ശേഷമാണ് അവർ സ്ഥാനാർത്ഥികളെ അന്തിമമായി പ്രഖ്യാപിക്കുന്നത്. പ്രസിഡന്റിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. വീണ്ടും നിങ്ങളാണല്ലോ ഈ സംശയം ഉണ്ടാക്കുന്നത്. കാരണം ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകണം, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഞങ്ങളുടെ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ ആലോചിച്ച് വ്യക്തമായി എടുത്ത തീരുമാനങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മത്സരരംഗത്ത് ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച പത്തനംതിട്ടയിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചതാണ്. അവരത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചു. അതിനിടയിൽ വന്ന വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടികൾ മാത്രമായി. ഈ ചാലക്കുടി എറണാകുളമൊക്കെ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണോ? വലിയ തോതിൽ മോദിജിയെ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടതാണ്, 2 അക്കത്തിൽ കുറയാത്ത സീറ്റുകളിൽ ഇത്തവണ. ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണത്തെ മെയിൻ കണ്ടന്റർ NDA ആയിരിക്കും. LDF-നും UDF-നും പ്രസക്തിയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തിനാണ് അവർ മത്സരിക്കുന്നത്? PC ജോർജിന് പുതിയ റോളുകൾ ഉണ്ടാവും. അല്ല, അത് നിങ്ങൾ ഈ കുറച്ച് ദിവസമായിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കില്ല. കാര്യങ്ങളെ സംബന്ധിച്ച് PC ജോർജ് നിരുപാധികമാണ് NDAയിൽ ചേർന്നത്. അദ്ദേഹം ഒരു തരത്തിലുള്ള ഉപാധികളും മുന്നോട്ട് വച്ചിട്ടില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്. അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള പരിഗണന കേന്ദ്ര നേതൃത്വം, സംസ്ഥാന BJP നേതൃത്വം, PC ജോർജ് BJPയിലേക്ക് ചേർന്നതുകൊണ്ട് വലിയ തോതിൽ അർഹമായിട്ടുള്ള പരിഗണന അദ്ദേഹത്തിന് ലഭിക്കും. അദ്ദേഹം മത്സരിക്കണോ വേണ്ടയോ, ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര നേതൃത്വം വളരെ ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പുകളും നിങ്ങൾ ശ്രമിക്കേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് പുതുതായി പാർട്ടിയിൽ ചേർന്നവർക്കെല്ലാം വലിയ പരിഗണന കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ആ പരിഗണന എല്ലാവർക്കും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും സംശയം. ഇതിനോടകം തന്നെ എതിർപ്പ് പരസ്യമായി കഴിഞ്ഞു. ഈ IK ആന്റണിയെ ആർക്കറിയാം എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റിയൊന്നും പ്രതികരിക്കാനില്ല. കാരണം ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുള്ളൂ. ഇനി 50-60 ദിവസമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും BJPയുടെ പരിഗണനകൾ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന പാർട്ടിയല്ല BJP. ഞങ്ങൾക്ക് ഞങ്ങളതായിട്ട് നിലപാടുണ്ട്. എവിടെ? ഇപ്പൊ തന്നെ 3 പ്രഖ്യാപിച്ചു ഞങ്ങള്. ശോഭാ സുരേന്ദ്രൻ സ്ത്രീയല്ലേ, ML അശ്വിനി സ്ത്രീയല്ലേ, നിവേദിത സുബ്രഹ്മണ്യ സ്ത്രീയല്ലേ, 3 സ്ത്രീ. LDF എത്ര കൊടുത്തിട്ടുണ്ട്? എന്താ മിണ്ടാത്ത? 20 പ്രഖ്യാപിച്ചിട്ട് 2 ഉള്ളൂ. കോൺഗ്രസ് എത്ര കൊടുക്കും? കാണാമല്ലോ. LDF-ഉം UDF-ഉം കൊടുക്കുന്നതിനേക്കാൾ വനിതകൾക്ക് അവസരം NDA കൊടുക്കും. നേരത്തെയും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കും. ഞങ്ങള് സ്ത്രീകൾക്ക് 33% സംവരണം നിയമമാക്കിയ പാർട്ടിയാണ്. കോൺഗ്രസ് അതിനെ പാരവെച്ച പാർട്ടിയാണ്. കോൺഗ്രസിന് കാണാം എത്ര വനിതകളുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം എപ്പോഴും കൊടുക്കുന്ന പാർട്ടിയാണ്. ദുർബല വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക്, സ്ത്രീകൾക്കെല്ലാം നല്ല പരിഗണന കൊടുക്കുന്ന പാർട്ടിയാണ്. മോദിയുടെ പാർട്ടി അങ്ങനെയുള്ള പാർട്ടിയാണ്. കോൺഗ്രസിലെ ഒരു കുടുംബമാണ് എല്ലാം തീരുമാനിക്കുന്നത്. പാർട്ടിയിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നിരുപാധികം എന്നൊക്കെ പറയുമ്പോഴും PC ജോർജ് ഒന്നും കാണാത്ത നിങ്ങളുടെ ഇതിനൊന്നും ഞാൻ എന്റെ വ്യക്തമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര നേതൃത്വം ആണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്തിമമായ തീരുമാനം എടുക്കുന്നത്. ബാക്കിയുള്ള ചർച്ചകളൊക്കെ പിന്നീടാവും. നിങ്ങൾ കൊടുത്ത പട്ടികയിൽ നിന്നാണ് കേന്ദ്രം ഇപ്പോൾ എടുത്തേക്കെന്നാണ് പറഞ്ഞത്. അല്ല, പട്ടിക 3 പേരുടെ പട്ടികയാണ് സാർ ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ ഒരാളുടെ പട്ടിക കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഞങ്ങളെടുത്ത പൊതു സമീപനം എല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്ത് 3 പേരുടെ പട്ടികയാണ് എല്ലായിടത്തും കൊടുത്തത്. ബാക്കി ഇനി